രാവിലെ ഒന്നും കഴിക്കാതെ സ്കൂളിൽ പോയത്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല വിശപ്പായി തുടങ്ങി. അപ്പോൾ പിന്നെ എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ച് സ്കൂളിന് പുറത്തിറങ്ങി. അപ്പം ഞാനും പ്രവീൺ ടീച്ചറും ഉണ്ട്. ഞങ്ങളുടെ ആ സ്കൂളിൻ്റെ തൊട്ടടുത്തൊരു കടയുണ്ട്, ഒരു അപ്പച്ചനും അമ്മച്ചിയും നടത്തുന്നത്. അപ്പോൾ അവിടെ പോയി എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചു. അവിടെ ദോശയുണ്ടായിരുന്നു, പിന്നെ പൂരി ചപ്പാത്തിയൊക്കെയുണ്ട്. ഞങ്ങൾ ദോശയ്ക്കാണ് പറഞ്ഞത്, ദോശയും ചമ്മന്തിയും ചായ. അങ്ങനെ ആദ്യം പാഴ്സൽ മേടിച്ച് സ്റ്റാഫ് റൂമിൽ പോയി ഒന്ന് കഴിക്കാമെന്ന് വെച്ചു. പിന്നെ ഓർത്ത് വേണ്ട, ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാം. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ അവിടെ ഇരുന്ന് കഴിച്ചു. ഞങ്ങളുടെ സ്കൂളിലെ മിക്കവാറും ടീച്ചേഴ്സ് അവിടെ പോയി കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഒരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ രണ്ടുപേരും ഇനി കുറച്ച് ദിവസം കൂടെ അവിടെ കാണുകയുള്ളൂ. അവരവിടെ നിന്ന് മാറിപ്പോവുക, അവർ നെടുമങ്ങാട്ടേക്ക് പോവുക. അപ്പോൾ അത് കേട്ടപ്പോൾ ഒരു സങ്കടം തോന്നി കേട്ടോ. പിന്നെ അവരവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊന്നും പക്ഷേ എനിക്കിതിൽ പറയാൻ പറ്റത്തില്ല. അതൊക്കെ കേട്ടപ്പോൾ ഒത്തിരി വിഷമമായി. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങി. കുട്ടികളില്ലാത്തതുകൊണ്ട് അവിടെ വലിയ ബഹളമൊന്നുമില്ല കേട്ടോ. വളരെ ശാന്തമായിട്ടിരിക്കുക. അവർക്ക് സ്റ്റഡി ലീവാണ്. സ്കൂൾ ഗേറ്റിൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും ശാലിനി മിസ് ഓടി വരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ 3 പേരൂടെ നേരെ സ്റ്റാഫ് റൂമിലോട്ട് പോയി. പിന്നെ കുറേ വർക്ക് ഞങ്ങൾക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അത് നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലേക്കുള്ള കുറച്ച് കാര്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ സെയിം ഗ്രേഡുകാർ ഒരുമിച്ചിരുന്നത് ചെയ്തു. അപ്പം അങ്ങനെ ഇരുന്ന് ചെയ്താലേ അത് ഈസി ആയിട്ട് നടക്കുകയുള്ളൂ. മിസ്റ്റേക്കുകളൊന്നും പറ്റാതെ നമ്മളത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ സ്റ്റാഫ് റൂമിലോട്ട് പോയി. ക്ലെമ ടീച്ചറാണ് ലാസ്റ്റിൽ ഇറങ്ങിയത്. പുള്ളിക്കാരിയാണ് ഞങ്ങളുടെ ഗ്രേഡിൻ്റെ കോർഡിനേറ്റർ. അങ്ങനെ ഞാനും ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി. പുറത്തോട്ട് നോക്കിയപ്പോഴാണെങ്കിലും മിക്കവാറും മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. സ്റ്റാഫ് റൂമിലും എല്ലാവരും ബിസി. അത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ചെയ്ത ആ സെയിം ജോലി തന്നെയാണ് അവരും ചെയ്യുന്നത്, ഓരോ ഗ്രേഡ് വൈസ്. ഇടയ്ക്ക് ദർശന മിസ്സിൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചിട്ട് ഞങ്ങൾ നേരെ ലൈബ്രറിയിൽ പോയി. അപ്പം അവിടെ നിന്ന് എടുത്ത ടെക്സ്റ്റ് ബുക്കൊക്കെ കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ ചെന്നപ്പം ഓൾറെഡി 2 ടീച്ചേഴ്സ് അവിടെ നിൽക്കുക. അവർ കാര്യങ്ങൾ, അവരുടെ സംഭവങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ വിചാരിച്ച് നമ്മുടെ ലൈബ്രറിയുടെ വീഡിയോ എടുക്കാം. വളരെ വിശാലമായ ലൈബ്രറിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെടുത്ത ബുക്സൊക്കെ വളരെ സേഫായിട്ട് അവിടെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങി നേരെ സ്റ്റാഫ് റൂമിലോട്ട് പോകുന്ന വഴിക്ക് ഓർത്ത് കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് പോകാമെന്ന്. അപ്പോൾ ഇവിടെ നിന്ന് താഴോട്ട് നോക്കാനേ നല്ല ഭംഗിയാണ് ഗാർഡൻ കാണാൻ. നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ ഇത്രയും ഒരു രസമില്ല കേട്ടോ. നമ്മൾ ഈ മേളിൽ നിന്ന് തന്നെ കാണണം. അത്ര ഭംഗിയായിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. നല്ല രസമാണ്. ബാക്കി ജോലികളൊക്കെ തീർത്ത് കൃത്യം 2 മണിയായപ്പോൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ വന്ന് നല്ല വിശപ്പോടാണ് വന്നത്. ചോറുണ്ടായിരുന്നു, ചോറും സാമ്പാർ, അവിയൽ, മാങ്ങാച്ചാർ, പപ്പടം, പിന്നെ കപ്പ പുഴുങ്ങിയത്. അത് ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്കത്തേനല്ല, 4 മണിക്ക് വേണ്ടി അമ്മ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അതിൽ നിന്ന് 2 എണ്ണം എടുക്കാതിരിക്കാനും പറ്റിയില്ല, അതും കഴിച്ചു. അതിൻ്റെ കൂടെ ഒരു പൈനാപ്പിൾ ബാറും കൂടെ ആയപ്പോൾ സംഭവം ഓക്കെ. ഇനി ഒന്നും വേണ്ട, ഇനി കുറച്ച് നേരം പോയൊന്ന് കിടന്നുറങ്ങണം, അത്രയേ ഉള്ളൂ.